ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2024 ഡിസംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രമാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്രകാരം സൂര്യനും കഷ്ടത്തെ കൊടുക്കും. സൂര്യൻ ഈ നാളുകാർക്ക് ദോഷം ചെയ്യുന്നത് ഇവരുടെ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരിയുമായുള്ള അഭിപ്രായ വ്യത്യാസമോ തൊഴിലിടങ്ങളിലൊരു സുഖക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പിന്നെ ഈ നാളുകാരായിട്ടുള്ളവർ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരിലും ഒക്കെ അമിതമായ താല്പര്യത്തെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത സ്വഭാവം ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അത് സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി വരുന്നത്. അതുമൂലം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ അറിവുള്ളവരെ ബഹുമാനിക്കുകയും അതോടൊപ്പം തന്നെ അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്ന് തിക്താനുഭവങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം. എന്നാൽ ചന്ദ്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വരുന്ന ദോഷങ്ങളെയൊക്കെ പരിഹരിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുമെന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളെ കൊടുത്തു. ഇവരുടെ ജീവിതത്തിൽ വരുന്ന സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെ പരമാവധി ഇല്ലാതാക്കി പോകുവാൻ ചന്ദ്രൻ ശ്രമിക്കുന്ന ഒരു ഞായറാഴ്ച ദിവസവും കൂടിയാണെന്നുള്ളത് ഈ മേടക്കുറാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നക്ഷത്രഫലം കൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്യ സ്ത്രീകളിലും പുരുഷന്മാരിലും അമിതമായ താല്പര്യം മനസ്സിലുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ സൂര്യനാണെന്ന് പറയുന്ന ഗ്രഹം സൃഷ്ടിക്കും. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമായി തീരും. അപ്പോൾ അത് വരാതെ നോക്കണം. അതുകൊണ്ടാണ് ഈ നക്ഷത്രഫലം കേൾക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദോഷവശം വരുമ്പോൾ അതിൽ നിന്ന് ഒഴിവായി പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തരുവാനുള്ള മെസ്സേജ്. ഓക്കെ, ഇനി ഇടവക്കുറുകാരുടെ കാര്യം പറയാം. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് 7-ാം ഭാവത്തിലാണ് ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ നിൽക്കുന്നത്. ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകും. കാരണം 7-ാം ഭാവത്തിലൊരു പാപഗ്രഹം നിന്നാൽ ദാമ്പത്യ ജീവിതത്തെ ദോഷമായിട്ട് ബാധിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. മനോദുഃഖം, മാനഹാനി എന്നിവ ഉണ്ടാകും. പിന്നീട് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, പിന്നെ ദേഷ്യമായി, പിന്നെ അടിയായി പിടിയായി അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ കോപം വർദ്ധിക്കും. അങ്ങനെ പല തെറ്റായ കാര്യങ്ങളിലുമൊക്കെ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ദൈവത്തെ വിളിച്ചൊക്കെ ജീവിക്കുക, പ്രശ്നങ്ങളിൽ അകപ്പെടാതെ നോക്കുക, പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സംസാരിച്ചൊക്കെ പോവുക. അപ്പോൾ ഇവർക്ക് ചന്ദ്രൻ 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ ഇവർക്ക് നല്ല അനുഭവത്തെ കൊടുക്കും. ചന്ദ്രൻ കൊടുക്കുന്ന നല്ല അനുഭവം ഇവർക്ക് നല്ല ആരോഗ്യമുണ്ടാകും. അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ ഒരു സാഹചര്യത്തെ കൊടുക്കും. ഇവരുടെ ഇവർക്ക് ധനം വന്നു ചേരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രൻ കൊടുത്താൽ പോലും 7-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളെ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവരുടെ 10-ാം ഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള ഒരു അപൂർത്തി അത് മുഖേന ധനാഭൂർത്തിയൊക്കെ ഇവർക്കുണ്ടാകും. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ 7-ൽ നിൽക്കുന്ന സൂര്യൻ അത് ഇവർക്ക് ദോഷത്തെ ചെയ്യുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നൊരു ഞായറാഴ്ച ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ബന്ധുക്കളുടെ സ്നേഹവും സഹകരണമൊക്കെ വർദ്ധിക്കും. മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തികളൊക്കെ ചെയ്യും. ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടാകും. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഭാഗ്യാനുഭവങ്ങളും ഒക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. വളരെ തല പുകഞ്ഞ് ആലോചിക്കുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി കൊണ്ട് തല പുകഞ്ഞ് ആലോചിക്കും. പക്ഷെങ്കിൽ കാര്യവിജയം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ധനപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും. ബന്ധുക്കളുടെ സഹകരണം കുറവായിരിക്കും. അതുപോലെ തന്നെ ശാരീരികമായ സുഖം ഉണ്ടാകണമെന്നില്ല. കാരണം ശരിക്കൊന്നും കൃത്യമായിട്ടൊന്നും ആഹാരം കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിലർക്കൊക്കെ കോപം വർദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ബലമുള്ള ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള വലിയ ദോഷമൊന്നും സംഭവിക്കത്തില്ല. ചെറിയ രീതിയിലുള്ള ക്ഷീണവും പ്രയാസവും ഒക്കെ ഉണ്ടാകുമെന്നല്ലാതെ വലിയ ദോഷമൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക. ഇവർക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ ആലോചിച്ചിരിക്കും, ഒരു കാര്യത്തിലും നേട്ടമുണ്ടാകാത്ത ഒരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച്. ഇവരുടെ ജന്മഭാവത്തിൽ ഇപ്പോൾ ചൊവ്വയാണ് നിൽക്കുന്നത്. ഈ ചൊവ്വ ഇവർക്ക് നേട്ടത്തെ കൊടുക്കുന്നൊരു സമയമാണ്, ഭൂമി സംബന്ധിച്ചുള്ള നേട്ടത്തെ കൊടുക്കുന്നൊരു സമയമാണ്. പക്ഷെങ്കിൽ അത് ഈ വൃശ്ചിക മാസം കഴിയുമ്പോൾ മാത്രമേ ആ നേട്ടം ഇവർക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചോളം ഒരുപാട് ആലോചിച്ച് തല പുകഞ്ഞ് ഒരു സമയം കളയുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. ബന്ധുക്കളുടെ സഹകരണമൊന്നും പ്രതീക്ഷിക്കുന്നതിനുണ്ടാകത്തില്ല. നേരെ ചൊവ്വേ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ധനസ്ഥിതി മെച്ചമാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ദോഷം ചെയ്യാതെ ചെറിയ രീതിയിലുള്ള ക്ഷീണവും പ്രയാസവും ഒക്കെ കൊടുത്തിങ്ങനെ ഈ ഞായറാഴ്ച ദിവസത്തെ അനുഭവമായി വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് ഒരു വലിയൊരു പ്രതീക്ഷ കൊടുക്കും എന്നല്ലാതെ അവിടെ ഒരു നേട്ടമുണ്ടാകത്തില്ല. ഇപ്പോൾ ഒരു വീട് വിറ്റാൽ അത് കച്ചവടം നടക്കും, നല്ല വില കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ കൊടുക്കുമെന്നല്ലാതെ അത് വിറ്റ് ധനം സമ്പാദിക്കുവാനോ ലാഭകരമായ അനുഭവത്തിൽ എത്തിച്ചേരുവാനോ കഴിയുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായി നിൽക്കും. ചിലർക്ക് ബന്ധുക്കൾ ശത്രുക്കളാകും, ചിലർക്ക് ബന്ധുക്കൾ അനുകൂലമാവും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളതാണ്. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളുമാണ് ചിങ്ങക്കുറുകാർക്ക് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. മറ്റു ചില കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധികളുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ചിലരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സമയം കൂടിയാണ്. അലസത, കാര്യതടസ്സം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, സാഹസ പ്രവർത്തികൾ, ശരീരത്തിൽ മുറിവുചതകൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഓരോരുത്തർക്കും ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ ചിലർക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശാരീരികമായിട്ട് കൈകാലിന് വേദന, നടുവിന് വേദന, അങ്ങനെ ഭാരപ്പെട്ടവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെയാണ് ഈ ചിങ്ങക്കുറുകാർക്ക് ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഞായറാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഒരു കാര്യം നടക്കുന്ന ദിവസമല്ല. വലിയൊരു വാഗ്ദാനം അവർക്ക് ലഭിക്കുമെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇവരുടെ മനസ്സിനെ മോഹിപ്പിക്കും എന്നുള്ളതല്ലാതെ ഒരു നാലാം ഭാവത്തിൽ സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹമാണ് നിൽക്കുന്നത്. നാലാം ഭാവം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവമാണ്. കേന്ദ്രഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. പക്ഷേ ഒരു പാപഗ്രഹം നിന്നാൽ പാപഫലമാണ്, അല്ലെങ്കിൽ മോശമായ ഫലമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര, 2 പാദം നാളുകാർക്ക് സംബന്ധിച്ച് മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷേങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യും. ആത്മീയമായുള്ള ഒരു താല്പര്യമുണ്ടാകും. പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെയുള്ള താല്പര്യമുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ഈ നല്ല സുഹൃത്തുക്കൾ, നല്ല കുടുംബജീവിതം, നല്ല കുട്ടികൾ, അങ്ങനെയുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ, മനസ്സിന് സന്തോഷമുള്ള അനുഭവങ്ങളൊക്കെ ഞായറാഴ്ച ദിവസം വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ ദോഷം എന്ന് പറയുന്നത് മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ പ്രയാസമോ പ്രതിസന്ധികളോ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. സഹോദരൻ്റെ ദശാകാലമൊക്കെ നല്ല ദശാകാലമാണെങ്കിൽ ആ സഹോദരൻ അതിങ്ങനെ വന്നു ചേരണമെന്നുമില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മോശമായൊരു സമയത്തുകൂടിയാണ് ഈ സഹോദരൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാധാരണ ഒരു ജീവിതാനുഭവമായി സംതൃപ്തിയോടുകൂടി കഴിഞ്ഞു പോകാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ദുഃഖിതരായി തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും കാര്യമായിട്ടുണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകത. ചിലർക്ക് പിതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ ധനം കൊണ്ട് കുടുംബകാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസവും പരസ്പര കലഹവും ഉണ്ടാകുവാൻ ഒരാളെ അംഗീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ അഭിപ്രായ വ്യത്യാസത്തിനും കലഹത്തിനും ഒക്കെ സാധ്യത സൃഷ്ടിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, തുലാക്കൂറുകാരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങളൊന്നും അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് വലിയ നേട്ടങ്ങളൊന്നും
വന്നു ചേരത്തില്ല. പിതാവ് മുഖേനയുള്ള ഒരു ധനസ്ഥിതി അവർക്ക് എവിടുന്നേലും പിതാവ് മുഖേനയോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ ഒരു അധികാരികൾ മുഖേനയോ അങ്ങനെയൊക്കെ ഒരു സഹായം അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഞായറാഴ്ച ദിവസം സമീപിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു സഹായം പ്രതീക്ഷിക്കുക. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളുടെ പെരുമഴ ഉണ്ടാകുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം ജന്മത്തിൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നിന്നാൽ ഈശ്വരാധീനമില്ലെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് ഈ വൃശ്ചികം രാശിയിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ദൈവാധീനം ഉണ്ടാകുന്നൊരു സമയമല്ല, ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു സമയമല്ലെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പല കാര്യങ്ങളിലും സ്വപ്നം കാണും, പക്ഷെങ്കിൽ സ്വപ്നം കാണുന്ന പോലെ ഒന്നും നടക്കത്തില്ല, കാര്യവിജയം ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇവർക്ക് ഈ ഞായറാഴ്ച ദിവസം ഇവരെ സംബന്ധിച്ചോളം 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ശനി ഇവരുടെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ചന്ദ്രൻ കൂടി വന്നു ചേരുന്നത് കൊണ്ട്, ബലമുള്ളൊരു ചന്ദ്രൻ വന്നു ചേരുന്നത് കൊണ്ട് ഒരു ആശ്വാസം, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു സംതൃപ്തി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പക്ഷെങ്കിൽ ഇവർക്ക് ദൈവാധീനക്കുറവ് അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു സമയവുമല്ല, ഭാഗ്യക്കേടുകളുടെ പെരുമഴ തന്നെ ഉണ്ടാകും. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങളൊന്നും തന്നെ ഇവർക്ക് വന്നു ചേർത്തില്ല. ഭാഗ്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ചിട്ടി നറുക്കെടുപ്പ് ഞായറാഴ്ച ദിവസമുണ്ട്, ആ ചിട്ടി വീഴുകയായിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോയെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം അവരെ തുണയ്ക്കുന്ന ഒരു സമയമല്ലെന്നുള്ളതാണ്. പിന്നെ ദശാകാലത്തിൻ്റെ അതുപോലെയുള്ള നേട്ടമുള്ളവരാണെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊരു നേട്ടം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഭാഗ്യക്കേടുകളും നീചമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വൃശ്ചികക്കുറുകാർക്ക് ഞായറാഴ്ച ദിവസം വന്നു ചേരുക. എന്നാൽ അവർക്ക് അതുപോലെ തന്നെ സമാന്തരമായിട്ട് ആ ഒരു കാര്യങ്ങൾ ഒഴിച്ചാൽ, ഭാഗ്യാനുഭവങ്ങളോ അല്ലെങ്കിൽ നീചമായ ബന്ധം മാറ്റിവെച്ചാൽ മറ്റു ചില കാര്യങ്ങളിൽ അവർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായി പ്രവർത്തിച്ച് അവരുടെ സാധാരണ ഒരു ജീവിതാനുഭവം കൊടുത്ത് കൊണ്ടുപോകും എന്നുള്ളതും പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണെന്നുള്ളത് വൃശ്ചികക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അവർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. കാരണം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു പാപഗ്രഹം 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഈ അന്യ സ്ത്രീകളിലും പുരുഷന്മാരിലുമൊക്കെ ഈ നാളുകാർക്ക് താല്പര്യം തോന്നുകയും അതുവഴി ധനം ചിലവാക്കി കളയുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. നേത്രരോഗം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ധനഹാനി, പുത്രദുഃഖം ഒക്കെ വന്നു ചേരാൻ, പിതാവുമായിട്ട് ശത്രുത ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെങ്കിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളെ കൊടുത്ത് ഇവരെ ഒരു സമാന്തരമായ ഒരു അനുഭവത്തെ കൊടുത്തു, അതായത് ഒരു ആശ്വാസം കൊടുത്തു. പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിന് സമാന്തരമായി ആശ്വാസകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കൊടുത്ത് അവരെ നടത്തും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ പ്രതിസന്ധികൾ വരാം, പിതാവുമായിട്ട് ശത്രുത വരാം, ധനനഷ്ടം വരാം, നേത്രരോഗം വരാം, അന്യ സ്ത്രീകളിലോ പുരുഷന്മാരിലോ പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നാം, അതുവഴി ധനനഷ്ടം ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായി ദോഷവശങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവരെ പിടിച്ചു നിർത്തി ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശേഷി കൊടുക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വ്യാപാരികളായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഞായറാഴ്ച ദിവസം വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖം, നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. 11-ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നത് നല്ലതല്ലേ? 11-ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നല്ല അനുഭവങ്ങൾ മകരക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവർക്ക് ചന്ദ്രൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു, അത് നല്ലതാണ്. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ശനി 2-ൽ നിൽക്കുന്നു, അതും നല്ലതാണ്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഓരോന്നും വിവരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെ, ഒരിക്കലും മോശമായ അനുഭവം വന്നു ചേരത്തില്ല. നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച ദിവസം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം അനുകൂലമായി നിൽക്കും.
ധനം വന്നു ചേരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അനുകൂലമായ അനുഭവത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. സൂര്യൻ ഒരു പാപഗ്രഹമാണെങ്കിൽ പോലും 10ാം ഭാവത്തിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ല. കാരണം തൊഴിലിൻ്റെ കാരക ഗ്രഹമാണ് സൂര്യൻ. അത് തൊഴിലിൻ്റെ ഭാവമായ 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നേട്ടമാണ്, രാജയോഗമൊന്നുമല്ല. പക്ഷെങ്കിൽ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ അത് രാജയോഗമാണ്. അപ്പോൾ ഇവിടെ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഞായറാഴ്ച ദിവസം ഈ നാളുകാർക്ക് പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ, മേലധികാരികൾ മുഖേനയുള്ള ഗുണാനുഭവങ്ങളൊക്കെ കൊടുക്കും. ഭാര്യാസുഖം, ഭർത്തൃസുഖം, ദാനശീലം, സൗഭാഗ്യ അനുഭവങ്ങളൊക്കെ കൊടുക്കും. ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങളെ കൊടുക്കും. പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. പക്ഷേ ഇവരുടെ ജന്മഭാവത്തിൽ ഈ ചന്ദ്രനും ശനിയുമാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ 4ലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് ഗജകശ്രീ രാജയോഗം വരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഔട്ടൻ 2 പാദം അതുപോലെ തന്നെ പുരുട്ടാതി മുക്കാൽ എന്നീ നാളുകാരുടെ ജീവിതത്തിൽ 16 വർഷം വ്യാഴം നല്ല ശോഭനമായ ഒരു കാലത്തെ കൊടുക്കുന്നു. കാരണം അത് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ ബലവാനാണ്. അപ്പോൾ ബലവാനായ ചന്ദ്രൻ്റെ 4ലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്നു. അപ്പം വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ 10ൽ ചന്ദ്രൻ നിൽക്കുന്നു, 10ൽ ശനി നിൽക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ ജാതകൻ തൊഴിൽ മാറി മാറി ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. 10ൽ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ 7ൽ സൂര്യൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. അതൊരു ഗുണകരമായ അനുഭവമാണ്. വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിലാണ്, അനിഷ്ടസ്ഥാനങ്ങളിലൊന്നുമല്ല. അപ്പോൾ 3ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. പാപഗ്രഹം ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ നല്ല അനുഭവങ്ങളാൽ 16 വർഷം ഈ വ്യാഴദശകാലം ഈ കുട്ടികൾക്ക്, അതായത് ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കും ഔട്ടൻ 2 പാദത്തിൽ ജനിക്കുന്നവർക്കും പൂട്ടാതി മുക്കാലിൽ ജനിക്കുന്നവർക്കും വന്നു ചേരുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതേസമയത്ത് അനിഷ്ടസ്ഥാനസ്ഥിതരാണെങ്കിൽ, ഇപ്പോൾ അനിഷ്ടസ്ഥാനസ്ഥിതരാണ് ഗ്രഹങ്ങളെങ്കിൽ ഈ 16 വർഷവും ഇവർക്ക് നേട്ടമൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഗ്രഹനിലയിലൊക്കെ രാജയോഗം ഉണ്ടെന്നും പറഞ്ഞ് ചാടിക്കയറി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നാശത്തിലേക്ക് പോകരുത്. കാരണം എന്താ വെച്ചാൽ ഒരു ഗ്രഹനിലയിൽ ഒരു രാജയോഗം എന്ന് പറഞ്ഞാൽ അപ്പം വ്യാഴം തരുന്ന രാജയോഗം 16 വർഷമുണ്ടെന്ന് നിങ്ങൾ ആ വ്യാഴദശാകാലം 16 വർഷവും ശോഭനമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. മറ്റ് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ മറ്റ് ഗ്രഹങ്ങൾ നിന്നാൽ മാത്രമേ ഈ 16 വർഷവും നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വ്യാഴം സ്വന്തം അപകാരം കൊണ്ട് നേട്ടത്തെ തരും. പിന്നീട് വരുന്ന ശനിയോ ബുധനോ ഒന്നും തരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പരാജയത്തിലേക്ക് പോവും. അപ്പോൾ അതും പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ചതയം ഔട്ടൻ 2 പാദം പൂർട്ടാതി മുക്കാൽ നാളുകാർക്ക് വ്യാഴദശാകാലം അനുകൂലമായ ഗജകശ്രീ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ. ഗജകശ്രീ രാജയോഗം എന്ന് പറഞ്ഞാൽ 1000 പൂർണ്ണചന്ദ്രനെ കാണുവാനുള്ള ആയുസ്സുണ്ട്. ധനപരമായുള്ള അഭിവൃദ്ധി ഉണ്ടാകും, തൊഴിൽപരമായുള്ള നേട്ടം ഉണ്ടാകും. അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് 16 വർഷം. ആ 16 വർഷം കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും. അവരുടെ മാതാപിതാക്കളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഓക്കെ. ഇനി നമ്മൾ മീനക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മീനക്കൂറിൽപ്പെട്ട പൂട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാർക്ക് 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 12ൽ ശനി നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ അനുഭവങ്ങളൊന്നും അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് 9ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ 9ാം ഭാവത്തിൽ നിന്നാൽ സത്യസന്ധതയോടുകൂടി പെരുമാറും, ഈശ്വരവിശ്വാസം വർദ്ധിക്കും, ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ 9ലൊരു പാപഗ്രഹമല്ലേ. അപ്പം പൂർണ്ണമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യത കുറവാണ്. ബന്ധുജനങ്ങളുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ ഇവിടെ പിതാവിനോട് ശത്രുതയും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് ലഭിക്കും. അപ്പോൾ വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരത്തില്ല. തിക്താനുഭവങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമല്ല എന്നുള്ളത് ആശ്വാസത്തിൻ്റെ വക തരുന്ന ഒരു ദിവസമാണ്. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാം. വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെയും 2024 ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 11 മണി മുതൽ 12:30 വരെ ഒരു സർവൈശ്വര്യ പൂജ ചെയ്യുന്നു. അത് പുതുവർഷം 2025 വർഷം എൻ്റെ ഈ ജ്യോതിഷ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നമനവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടണം, മക്കൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾക്കുള്ള സകലതും അഭിവൃദ്ധിപ്പെടണം. നമ്മൾ ഈശ്വരനോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ 2 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? 2 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഭൗതികമായ നേട്ടം, 2 നമ്മുടെ ആത്മീയമായ നേട്ടം, അല്ലേ? ആത്മീയമായ നേട്ടവും ഭൗതികമായ നേട്ടവും. നമ്മുടെ ഈ മരണം കഴിഞ്ഞ് നമ്മുടെ മരണം ശേഷം നമ്മുടെ ആത്മാവ് നിത്യതയിൽ വസിക്കണം. അത് എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്.
പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഭൗതികമായ നേട്ടം, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല ആരോഗ്യം വേണം, നല്ല കുടുംബജീവിതം വേണം, നല്ല മക്കൾ വേണം. അപ്പോൾ നമുക്കുള്ളത് 2 സെൻറ്റ് ആണെങ്കിലും ആ 2 സെൻറ്റ് അതിനകത്തൊരു കുഞ്ഞു വീടുമൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് ജീവിക്കണം. വലിയ മണിമാളികയൊന്നും വേണമെന്നില്ല. 2 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അതിനകത്തൊരു കൊച്ചു വീടാണെങ്കിൽ ആ കൊച്ചു വീട് നല്ല മനോഹരമായി അതിൻ്റെ പണി പൂർത്തീകരിക്കണം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള പെയിൻറ്റ് വാങ്ങിച്ചടിക്കണം, സിമൻറ്റ് ചെയ്യണം, ഭിത്തി പൂശണം, എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ആ 2 സെൻറ്റിനകത്ത് ക്രമീകരിക്കണം. രണ്ട് ചെടികളൊക്കെ വെക്കുക. അപ്പോൾ അതൊരു മനോഹരമായ, അപ്പോൾ നമുക്കുള്ള അവസ്ഥ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ അതിന് പ്രവർത്തിക്കണം, പ്രയത്നിക്കണം, ഈശ്വരാനുഗ്രഹം വേണം. അപ്പോൾ 2025 വർഷം എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു സർവൈശ്വര്യ പൂജ ചെയ്യുന്നു. അതിന് ഞാൻ 1001 രൂപ ഫീസായിട്ട് നിങ്ങളോട് ചോദിക്കുന്നു. ഫീസല്ല, ഒരു സംഭാവന പോലെ. കാരണം അതിൻ്റെ പൂജയുടെ ചിലവും പിന്നെ 1 വർഷം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്യും. നിങ്ങളോട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഒരു നേട്ടമുണ്ടാകും. വിശ്വാസത്തോടുകൂടി നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ലൈവായിട്ട് കാണാനും സാധിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ നിങ്ങൾ താല്പര്യപ്പെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് അതിന് പാകമാകണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പേര് തന്ന് 1001 രൂപ ഫോൺ പേ ഗൂഗിൾ പേ ചെയ്യുക. നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഭാഗവാക്കാകുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാം. നിങ്ങൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ നല്ലത് മുമ്പേ നമ്മൾ ഭഗവാനെ അറിയുക. 2025 വർഷം എൻ്റെ കടങ്ങളെല്ലാം കൊടുത്തു കൊടുക്കാൻ സഹായിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കണം, എൻ്റെ കുഞ്ഞിന് ഒരു ജോലി കിട്ടണം, എൻ്റെ രോഗം മാറണം, ഞങ്ങൾക്കൊരു കിടപ്പാടം ഉണ്ടാകണം. അങ്ങനെ എന്തുമാത്രം ആവശ്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മുന്നമേ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് ദിവസവും ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും. നിങ്ങൾ ഓർക്കുക, ഞാൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ എന്നും ഈ അധ്യായത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അല്ലാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്നും പറഞ്ഞല്ല ഞാൻ എന്നും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. വിശ്വാസത്തോടുകൂടി എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ മഹാദേവൻ എന്നോട് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞൊരു 101 കുടുംബങ്ങളെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ 101 അല്ല, 1001 കുടുംബങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സഹകരിക്കുക. അപ്പോൾ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മഹാദേവൻ്റെ ഒരു ചിന്ത നിങ്ങളിൽ വരട്ടെ. എല്ലാവരും ഈ പൂജയിൽ ചേരുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ നക്ഷത്രഫലം ചിന്തിക്കുന്നത് നമ്മുടെ നാളെക്കുറിച്ചുള്ള ഒരു അറിവിനെക്കുറിച്ചാണ്. അപ്പോൾ ആ അറിവ് കിട്ടുമ്പോൾ നമുക്ക് നാളെ പ്രതികൂലമാണെങ്കിൽ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നാളെ പ്രതികൂലമാണെന്ന് ഞാൻ അറിഞ്ഞു, അപ്പോൾ എനിക്ക് പ്രതികൂലമൊന്നും വരരുതേ, അനുകൂലമാക്കി നൽകണമേ, എൻ്റെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് അനുകൂലമാക്കി തരണമേ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം അറിയാതെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നീ നേട്ടമാണ് നാളെ വരുന്നതെങ്കിൽ ആ നേട്ടം എൻ്റെ ജീവിതത്തിൽ അനുഭവയോഗ്യമാക്കി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ നക്ഷത്രഫലം പറയുന്നത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവർ സഹകരിക്കുക. എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തി സമാധാനം എല്ലാവരിലും ഉണ്ടാകട്ടെ. നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.